ശ്രീകൃഷ്ണ. ഭക്തകോടികളുടെ ഹൃദയേശ്വരനായ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ഓരോ നിമിഷവും ഭക്തിസാന്ദ്രമാണ്. ഇതിൽ ഏറെ വിശിഷ്ടമാണ് ഉച്ചപൂജാ സമയത്തെ കളഭാഭിഷേകവും തുടർന്നുള്ള അലങ്കാരങ്ങളും. ചന്ദനക്കുറി ചാർത്തി പൂമാലകളാൽ ചുറ്റപ്പെട്ട നമ്മുടെ കണ്ണൻ്റെ രൂപം വർണ്ണനാതീതമാണ് എന്ന് തന്നെ പറയാം. അതൊരു അനുഭവമാണ്. എങ്കിലും നമ്മുടെ വർണ്ണനയിലൂടെ ഉണ്ണിക്കണ്ണനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ആ രൂപം മനസ്സിൽ കണ്ട് തൊഴാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൂടി ഭാഗ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കരാരവിന്ദേന പദാരവിന്ദം എന്ന ശ്ലോകത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ വലത്തെ കാലിൻ്റെ പെരുവിരൽ 2 കൈകൾ കൊണ്ടും പിടിച്ച് വായിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ ഇന്ന് അലങ്കരിച്ചിരിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ശയിക്കുകയാണ്. ആ 2 കൈകൾ കൊണ്ടും കുഞ്ഞു കാലുകളിലെ പെരുവിരൽ വായിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ കാൽവിരലിന് ഇത്രമാത്രം മാധുര്യമുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കണ്ണൻ്റെ ഈ ലീല. കുഞ്ഞുങ്ങൾ എല്ലാവരും അത് ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ഉണ്ണിക്കണ്ണനും ആ പെരുവിരല് നുണഞ്ഞു കിടക്കുകയാണ്. കാൽവിരല് വായിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് കിട്ടാത്തത് കൊണ്ട് കണ്ണൻ നൽകുന്ന ആ കിട്ടാത്ത ഒരു ചിരിയുണ്ടല്ലോ, അതാണ് ഇന്ന് കാണുന്നത് കണ്ണൻ്റെ മുഖത്ത്. ആ ചിരി നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്നെടുക്കുന്ന ഒന്ന് തന്നെയാണ്. കളഭത്താൽ നിർമ്മിതമായിട്ടുള്ള ആ സുന്ദര രൂപത്തിൽ ചാർത്തിയിരിക്കുന്ന ആഭരണങ്ങൾ ആ ഭക്തിയുടെ ശോഭ വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യണത്. കണ്ണൻ്റെ കുഞ്ഞിക്കാലുകളിൽ തിളങ്ങുന്ന പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് മുല്ലമൊട്ടുമാലയും വളയം പോലുള്ള മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും കണ്ണൻ്റെ തടിച്ചുരുണ്ട കൈകൾക്ക് കൂടുതൽ ഭംഗി നൽകണം. നല്ലൊരു തടിച്ചുരുണ്ട ഉണ്ണിക്കുട്ടനായിട്ടാണ് ഭഗവാൻ കിടക്കണത്. നെറ്റിയിൽ സ്വർണ്ണഗോപിയുണ്ട്. കളഭം കൊണ്ട് പീലിയും ചാർത്തിയിട്ടുണ്ട്. നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇതെല്ലാം അങ്ങനെ തിളങ്ങണമുണ്ട്. ഇടത് കക്ഷത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ, മിടുക്കനായിട്ട് ഉണ്ണിക്കണ്ണൻ. എന്നിട്ട് 2 കൈ കൊണ്ടും കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ പെരുവിരൽ നുണയാനായിട്ട് ഇങ്ങനെ വായിലേക്ക് അടുപ്പിച്ചു പിടിക്കുകയാണ് ഉണ്ണി. ശ്രീലകത്ത് 5-6 തരം ഉണ്ടമാലകൾ കൊണ്ടാണ് കണ്ണനെ അലങ്കരിച്ചിട്ടുള്ളത്. തെച്ചി, തുളസി, വെളുത്ത പൂക്കൾ എന്നിവ ചേർത്തിട്ടുള്ള മാലകൾ, ചുവന്ന താമരപ്പൂക്കൾ മാത്രമുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു ഉണ്ടമാലയുണ്ട്. പിന്നെ കണ്ണൻ്റെ ഏറെ പ്രിയപ്പെട്ട തുളസി മാലകൾ. ഈ ദർശനം എന്ന് പറയുന്നത് വെറും ഒരു കാഴ്ചയൊന്നുമല്ല, അത് ഒരു ആത്മീയ അനുഭൂതിയാണ്. ഇടതേ കാല് അല്പം പൊക്കി വച്ചിരിക്കുന്നത് ഭക്തരായ നമുക്ക് ആ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിക്കാനാണ് എന്നാണ് പറയണത്. ശ്രീലകത്തിരിക്കുന്നത് സച്ചിദാനന്ദ കട്ടയാണ്, അതായത് ആനന്ദത്തിൻ്റെ പൂർണ്ണ രൂപമാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. കണ്ണൻ്റെ ഈ മനോഹര രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് നാരായണ നാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ശാന്തി ഉണ്ടല്ലോ, അത് വിലമതിക്കാനാവാത്തതാണ്. എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഭഗവാന്റെ ആ നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ശാന്തി, ആ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് ഏറ്റവും വലുത് തന്നെയാണ്. എവിടുന്നും കിട്ടാത്ത ഒന്നാണ് ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. ആ കുഞ്ഞിക്കാലുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.